വിവിധ തസ്തികകളിലും വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പെൻഷൻ പ്രായം 60ലേക്ക് ഉയർത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ. പ്രായപരിധി ഉയർത്തുന്നത് പുതിയ നിയമനങ്ങളെ തടയുമെന്നും PSC റാങ്ക് ലിസ്റ്റിലുള്ള ആയിരക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അനുരു അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉദ്യോഗാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ടാണ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഉയർത്താനുള്ള സർക്കാർ നീക്കം. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും തുടങ്ങി ഇപ്പോൾ സർക്കാർ വകുപ്പുകളിലേക്ക് വരെ എത്തുന്നു. നേരത്തെ ആരോഗ്യവകുപ്പിലെ MBBS ഡോക്ടർമാരുടെ പെൻഷൻ പ്രായം 56-ൽ നിന്ന് 60 ആക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വെറ്റിനറി ഡോക്ടർമാരുടെയും പെൻഷൻ പ്രായം ഉയർത്തുന്നത്. ഇപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നമുക്ക് മുന്നിൽ വെറ്റിനറി ഡോക്ടർ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ചേരുകയാണ്. ഈ ഒരു നീക്കം വന്നതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കുറച്ച് സീനിയർ ഡോക്ടേഴ്സ് അവരുടെ പെൻഷൻ പ്രായം കൂട്ടണം എന്നുള്ള ആസ്പെക്റ്റിൽ കോടതി പോവുകയും ആ കോടതി അത് പരിഗണിച്ച് അത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലോട്ട് കേസ് ട്രാൻസ്ഫർ ചെയ്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാരിൻ്റെ അടുത്ത് ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ഫയലിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം തന്നെ ഏകദേശം 200-ലേറെ വിദ്യാർത്ഥികളാണ് വർഷം തോറും പഠിച്ചിറങ്ങുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ബിരുദം നേടി വരുന്ന ആൾക്കാരും ഇവിടെ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കര രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നീക്കം കണ്ടിട്ടായിരിക്കാം സർക്കാർ ഈ പറയുന്ന PSCക്ക് അപേക്ഷിക്കാനുള്ള ഒരു വയസ്സളവ് നീട്ടിയിരുന്നല്ലോ. അപ്പോൾ അത് ഇത്തരത്തിൽ ഒരു സ്വാധീനിക്കുമോ? നമുക്ക് ഇപ്പം തന്നെ അവസാന വർഷങ്ങളിൽ 2024-ലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അന്ന് തന്നെ ഇത് അവസാന ചാൻസ് ആയിട്ടുള്ളവർ എഴുതിയിട്ടുണ്ട്. അവർക്ക് ഈ 4 വർഷം കൂട്ടി എന്നുള്ളത് കൊണ്ട് ഉപകാരപ്പെടില്ല. കാര്യം ഇനി ഒരു PSC വരണമെങ്കിൽ 6 വർഷം എടുക്കും. ആ 6 വർഷം കഴിയുമ്പോൾ എന്തായാലും ആ റാങ്ക് ലിസ്റ്റിലുള്ളവരൊക്കെ ഏജ് ഓവറായി പോകും. അവസാന പ്രതീക്ഷയാണ് സർക്കാർ സർവീസിലേക്ക് കയറാനുള്ള അവരുടെ അവസാന പ്രതീക്ഷയായിരിക്കും ഈ നീക്കം സക്സസ് ആവുകയാണെങ്കിൽ നഷ്ടപ്പെടുന്നത്. ഇങ്ങനൊരു നീക്കം നടന്നു കഴിഞ്ഞാൽ അത്രയധികം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അവരെല്ലാം അവരുടെ ഫാമിലീസ് എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു സർക്കാർ ജോലിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ ഇത്രയധികം ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 674-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു വളരെ വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. ഇത് വെറ്റിനറി ഡോക്ടർമാരുടെ പ്രശ്നമല്ല, PSC റാങ്ക് ലിസ്റ്റിലുള്ള പല ഉദ്യോഗാർത്ഥികളുടെയും ആശങ്കയാണ്. ഈ ആശങ്കകളെ സർക്കാർ എങ്ങനെയാണ് സമീപിക്കുക എന്നുള്ളത് വരും ദിവസങ്ങൾ കാണാം. ക്യാമറാമാൻ മഞ്ജുഷനൊപ്പം അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.